നിന്നെ വിളിക്കുന്നു. ഡാൻസ് ചെയ്യാന്ന് പോയി പറയടാ. ആരാ നോക്ക്. സാറിന് എപ്പോഴാ വന്നേ? ഒരു മിസ് കോൾ വന്നിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നു സാർ. ഇത് നോക്ക്. ഹായ്, നല്ല അടിപൊളി കാർഡ്. വേണു വേർഡ്സ് മധുമതി. ഈ കല്യാണത്തിന് ഞങ്ങൾ പിസ്സ സപ്ലൈ ചെയ്യണോ സാർ? ശരിക്കും നോക്ക്. ശരിക്കും നോക്കിയ വേണു വേർഡ്സ് മധുമതി. എന്റെ ലവ് മധു മതി. നീ അറിഞ്ഞില്ല? അറിഞ്ഞില്ല സാർ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഞാൻ എന്ത് ചെയ്യാനാ സാർ? പിസ്സക്കാരൻ. സാർ എന്തെങ്കിലും ചെയ്. ശരി വാ. ഇത് വലിയ കുരിശായല്ലോ. എങ്ങോട്ടാളിയാ? എങ്ങോട്ടാന്ന് ആർക്കറിയാം. പോയിട്ട് വേട്ടെ. ഹായ് ബണ്ണി. ഒന്നും വിടാതെ പോടി. സെന്റി എക്സ്പ്രഷൻ ഉണ്ടാക്കാൻ നോക്കുമ്പോഴാ. ചേച്ചി അയാൾ വിളിക്കുന്നു. മധു, ഇയാളെന്താ ഇവിടെ? സാർ ഇവിടെ ഒരു കാര്യം പറയാനുണ്ട്. എന്താ സർ? വാ പറയാം. കമോൺ. Hey, come on guys. My beautiful roses. ഈ ഫ്ലാറ്റ് എന്റെ മധുവുമായുള്ള കല്യാണം കഴിഞ്ഞ് ഇവിടെ താമസിക്കണമെന്നായിരുന്നു. ബട്ട് അതിനുള്ള യോഗം ഉണ്ടായത് ഇപ്പൊ നിങ്ങൾക്ക്. യെസ്, നിങ്ങളൊന്ന് സെറ്റിൽ ആവുന്നവരെ ഇവിടെ താമസിക്കണം. Come on, come on guys, come on. എന്താ ഷോക്കിൽ നിന്ന് രണ്ടാളും റിലീസ് ആയില്ലേ? യുനോ മധു, ഞാൻ ഈ ചെയ്യുന്നതൊക്കെ നിനക്ക് വേണ്ടിട്ടല്ല. ബണ്ണി. ആ മധു, ബണ്ണിയുടെ ഈ സിൻസിയാരിറ്റി, സ്നേഹം, ത്യാഗം ഞാനിത് എത്രയെന്ന് കരുതിയാ കണ്ടില്ല എന്ന് മരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ റിസ്ക് എടുത്തത് ചെയ്തത്. എന്താണോ താങ്ക്സ് പറയാൻ പോവാണോ? അതിന് ഞാൻ ഇത്രയൊക്കെ അല്ലേ ചെയ്തു. ചെയ്യാൻ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനിയുണ്ടോ സർ? താങ്ക് യു സർ. വിഷ് യു എ ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു സർ. എൻജോയ് ചെയ്യ് രണ്ടുപേരും. ഓക്കേ, ബൈ ബൈ. ബണ്ണി സർ, എനിക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാലോ അല്ലേ? സാറ് സ്വന്തം വീടായി കരുതിക്കും. സോറി, സ്വന്തം തന്നെയാണല്ലോ. യു ആർ ഓൾവേസ് വെൽക്കം സർ. ഐ ലൈക്ക് യു. സോറി മധു, ഇങ്ങനെ ഉണ്ടാവും ഞാൻ വിചാരിച്ചു. മധു മധു നോക്ക്, തനിക്കൊരിക്കലും വിഷമിക്കേണ്ടി വരില്ല. എനിക്ക് 5,000 റുപ്പീസ് സാലറി ഉണ്ട്. OT എല്ലാം കൂടി ചേർത്ത് ഒരു 2,000 റുപ്പീസ് വേറെയും കിട്ടും. അതെല്ലാം കൂടി വരുമ്പോ ഒരു 7-8 രൂപകളും കിട്ടും. അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാലോ അല്ലേ? എന്താ മതിയാവില്ലേ? എന്താ നീ എന്നെ ഇവിടെ കല്യാണം കഴിച്ചോണ്ട് വന്നാണെന്ന് വിചാരിച്ചിരിക്കുകയാണോ? അവിടെ ഒപ്പിട്ടൊന്ന് കരുതി ജീവിതകാലം മുഴുവൻ നിന്റെ ഭാര്യയായിട്ട് ജീവിക്കുന്നതാണോ കരുതിയത്? അതിനേക്കാളൊക്കെ ഭേദം ചാവുന്നതാടാ. നിന്റെ കൂടെ ഒരു നിമിഷം പോലും ഞാൻ കഴിയില്ല. താൻ എന്തൊക്കെയാ പറയുന്നത്? ഏതോ വലിയ വീട്ടിലെ പെണ്ണല്ലേ, തനിക്കിവിടെ പ്രോബ്ലം ഒന്നും ഉണ്ടാവരുന്ന് ഓർത്തപ്പോ താൻ എന്റെ മുമ്പിൽ കിടന്ന് ഇങ്ങനെ തുള്ളുന്ന എന്തിനാ? ഞാനിങ്ങനെ കൈ ഞൊടിച്ചാണ്ടല്ലോ 1000 പെണ്ണുങ്ങള് എന്റെ പിന്നാലെ ഇങ്ങനെ വാല് വാട്ടിക്കൊണ്ട് വരും. അറിയാം, ലിഫ്റ്റിൽ വെച്ച് അറിഞ്ഞതാ ഞാൻ താനൊരു പോക്കിരിയാണെന്ന്. ആരടി പോക്കരി? എന്താ നിന്റെ ക്യാരക്ടർ അത്ര നല്ലതാണോ? റോഡിൽ കൂടി പോകുന്നവരെല്ലാം നോക്കി ഐ ലവ് യു എന്ന് വിളിച്ചു പറയുന്നില്ലേ നിന്റെ പണി? എലിമോന്ത കണ്ടാലും മതി. സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ ചെരുപ്പുരി അടിക്കും. കഴുതേ എടാ അളിയാ, ഇന്ന് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കുന്നതിന് പകരം നിന്റെ സ്വന്തം ഭാര്യയോട് നീ ഫാമിലി ബഡ്ജറ്റ് പറയാൻ പോയത് എന്തിനാടാ? അയ്യോ, എന്നെ ചവിട്ടുന്നത് എന്തിനാടാ? എന്നെ കൊല്ലേണ്ടതാ. നീ കാരണം എന്റെ ജീവിതം ഇങ്ങനെ കോഞ്ഞാട്ട പോലെ ആയിപ്പോയി. അതെ, നിങ്ങൾ ഇങ്ങനെ ഇടന്ന് വഴക്കടിക്കുന്നവന് വരെ അടുത്ത വഴി ആലോചിക്കും. അടുത്ത വഴി എന്ന് വെച്ചാൽ ഡൈവോഴ്സാ. വാട്ട്? ഇന്നലെ കല്യാണം കഴിച്ചിട്ട് ഇന്ന് ഡൈവോഴ്സോ? നോ 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 സാർ, കുറച്ച് കാശ് കൂടുതലായാലും കുഴപ്പമില്ല സാർ. എന്റെ ലൈഫിന്റെ കാര്യമാണ് സാർ. പ്ലീസ് സാർ. നോ മാൻ, നിങ്ങൾ രജിസ്റ്റർ ഓഫീസിൽ പോയി ലീഗലായി ഒപ്പിട്ടവരാണ്. ലീഗൽ ഈസ് ലീഗൽ. ഡൈവോഴ്സ് വേണമെങ്കിൽ മിനിമം 1 ഇയർ എങ്കിലും ആകണം. 1 ഇയർ ആവണമെന്നോ? 1 വർഷത്തെ കാര്യമല്ലേ ഉള്ളിയാ, സമാധാനപ്പെട്. 1 വർഷം സഹിക്കല്ലടാ. എടാ, ഇനി ഞാൻ എങ്ങോട്ട് പോകൂടാ? എന്ത് ചോദ്യം അത്? നിന്റെ കിടക്കല്ലേ സൂപ്പർ ഒരു ഫ്ലാറ്റും സൂപ്പർ ഒരു ഫിഗറും. ആരാടാ സൂപ്പർ ഫിഗർ? നിങ്ങൾ ആരെങ്കിലും അവളെ ശരി കണ്ടിട്ടുണ്ടോ? അവളുടെ മോന്തേ, അവളുടെ കണ്ണ്, അവളുടെ വായൊക്കെ കൂടി കണ്ടാ സൂപ്പർ ഫിഗറിനെ ആണോടാ? ഫിഗർ ഉണ്ടായാൽ മാത്രം മതിയോ? ഗുണം കൂടി വേണ്ടേ? എപ്പോ നോക്കിയാൽ ഇനാം വെച്ചേ പോലെ അതൊക്കെ മാറുകയാ. എന്താ 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 ഇവിടെ ഇരിക്കുന്ന എന്താന്ന്? വിനായകനോട് സംസാരിച്ചോണ്ടിരിക്കല്ലേ? ഓർമ്മയുണ്ടോ? അതല്ല, നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന്?
തന്റെ ഫാദർ കാരണമുള്ള ജോലിയും പോയി കിട്ടി ഞാനിപ്പോ പരിപാടിയിലായി. എല്ലാം താൻ ഒരുത്തി കാരണമല്ലേ? ഞാൻ ഇങ്ങോട്ടല്ലാതെ പിന്നെ എങ്ങോട്ടാ വരുന്നത്? നോ, നീ ഈ ഫ്ലാറ്റിൽ ഉണ്ടാവാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഇങ്ങനെയൊക്കെ പറയാൻ ഇയാൾ ആരാടോ? ദേ നോക്കിയേ, ഞാൻ പറഞ്ഞ ലവ് സീൻ കേട്ട് ഫ്ലാറ്റ് ആയിട്ടാ ആ DCP നമുക്ക് ഈ ഫ്ലാറ്റ് തന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഫ്ലാറ്റ് പ്രിയദർശന് കൊടുക്കണം. അയാൾക്ക് ഇതുപോലത്തെ എത്ര ഫ്ലാറ്റ് ഉണ്ടാവും? പോകുന്നുണ്ടോ? shut up. നോക്ക്, ഈ ഫ്ലാറ്റിന്റെ മേൽ തനിക്ക് അധികാരമുള്ള പോലെ എനിക്കുണ്ട് അധികാരം. താൻ അവിടെ താമസിക്കുന്നു, ഞാൻ ഇവിടെ താമസിക്കുന്നു. സംഗതി ഓവർ. എടോ, താൻ എന്നെ ചതിക്കാൻ നോക്കരുത്. താൻ അവിടെ വെച്ച് പറഞ്ഞതെന്താ, ഇപ്പൊ ചെയ്യുന്നതെന്താ? ഫസ്റ്റ് എനിക്ക് എന്റെ ഡൈവോഴ്സ് വേണം. ഡൈവോഴ്സ് വേണമെങ്കിൽ മിനിമം 1 ഇയർ എങ്കിലും ആണ്. അപ്പോ ആ 1 വർഷം വരെ താൻ ഇവിടെ ഉണ്ടാവോ? നീയും ഞാനും ഒരേ വീട്ടിലോ? അത് നടക്കില്ല. നിന്നെ പോലൊരുത്തനെ വിശ്വസിക്കാനേ പറ്റില്ല. തന്റെ ഡൗട്ട് എനിക്ക് മനസ്സിലായി. നോക്ക്, വലിയൊരു സുനാമി വന്ന് ഈ ലോകത്തെ മുഴുവൻ പെണ്ണുങ്ങൾ ഒഴുകിപ്പോയി ഇവിടെ താൻ ഒരുത്തെ അവശേഷിക്കുന്നുള്ളൂവെങ്കിലും തന്റെ മുഖത്ത് പോലും ഞാൻ നോക്കില്ല. താങ്ക്സ്. അതോ ഹവയും പോലെ ഇവിടെ ഇപ്പൊ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് ഓർമ്മയുണ്ടാവണേ.